ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമായ ചിക്കൻ ഷവർമയാണ്. ഇതൊരല്പം സമയമെടുത്ത് ചെയ്യേണ്ട ഒരു ഡിഷാണ്. കാരണം ഇതിനാവശ്യമായ കുബൂസും മയണൈസും ഫില്ലിങ്ങും എല്ലാം നമ്മൾ വേറെ വേറെ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് കുബൂസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായി ഒരു ചെറിയ ബൗൾ എടുക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ ഈസ്റ്റ്, ചെറു ചൂട് പാലിൽ അല്പം പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു 3 കപ്പ് മൈദ ഒരു ബൗളിൽ എടുക്കുക. അതിനാവശ്യമായ ഉപ്പ് ചേർക്കുക. തയ്യാറാക്കി വെച്ച ഈസ്റ്റ് മിക്സ് ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ബട്ടർ ചേർത്ത് നല്ലതുപോലെ കൂട്ടി കുഴയ്ക്കുക. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് കുഴച്ചെടുക്കാം. ഒരു 5-6 മിനിറ്റോളം ഇതിങ്ങനെ കുഴച്ച് യോജിപ്പിക്കണം. ഇപ്പം ഡൗ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ മുകളിലായി അല്പം ഒലിവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റി നല്ലൊരു പ്ലാസ്റ്റിക് റാപ്പോ അല്ലെങ്കിൽ ഒരു ടവലോ വെച്ച് മൂടി 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതിന് വേണ്ട ചിക്കൻ്റെ പരിപാടി നോക്കാം. ചിക്കൻ ഇതുപോലെ തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. അതിനായി ഒരു ചിക്കൻ ബോൺലെസ് ആക്കി എടുത്തിട്ടുള്ളതാണിത്. അതിലേക്ക് ആവശ്യത്തിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തൈര്, ജീരകം പൊടിച്ചത് എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ഇത് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി നമ്മൾ മയണൈസാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി 2 മുട്ട ബൗളിലേക്ക് ഇടുക. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊരു ബ്ലെൻഡർ ഉപയോഗിച്ച് നന്നായി ബ്ലെൻഡ് ചെയ്യുക. ബ്ലെൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിലേക്ക് റിഫൈൻഡ് ഓയിൽ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ജിഞ്ചറും ഗാർലിക്കും ചേർക്കാം. ഇതിലേക്ക് 1 സ്പൂൺ വിനാഗിരി ചേർക്കാം. നല്ലതുപോലെ ബീറ്റ് ചെയ്ത് യോജിപ്പിക്കുക. അല്പം പഞ്ചസാര ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മസ്റ്റാർഡ് പേസ്റ്റും കൂടി ഞാനിതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നമ്മുടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഷവർമ ഫില്ലിങ്ങിന് വേണ്ട പച്ചക്കറികൾ അരിഞ്ഞ് തയ്യാറാക്കി വെക്കാം. ഒരു ഉരുളക്കിഴങ്ങ് ഫ്രഞ്ച് ഫ്രൈസ് പോലെ വറുത്തെടുക്കാം. പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുക്കുംബർ, ക്യാരറ്റ്, തക്കാളി, സവാള, ക്യാബേജ് എന്നിവയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ചിക്കൻ തയ്യാറാക്കാൻ ഒരു ഫ്രൈയിങ് പാനിൽ ആവശ്യത്തിന് ബട്ടർ ആഡ് ചെയ്യാം. ബട്ടർ മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ തിളച്ച് കഴിയുമ്പോൾ അതിനകത്ത് നിന്ന് ആവശ്യത്തിന് വെള്ളം ഇറങ്ങി വരും. എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട. ചിക്കൻ ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഈ വെള്ളം
ഹൈ ഫ്ലെയിമിലിട്ട് പറ്റിച്ച് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് കുബൂസ് തയ്യാറാക്കി എടുക്കാം. അതിനായി നമ്മൾ റൈസ് ചെയ്യാൻ വെച്ച മാവെടുത്ത് ഒന്നുകൂടി നല്ലപോലെ കുഴച്ച് ചെറിയ ഉരുളകളാക്കി പരത്തിയെടുക്കാം. ഇനി ഇതൊരു ദോശച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ തീ കുറച്ച് വെച്ച് വേണം കുബൂസ് തയ്യാറാക്കാൻ. ചെറിയ കുമളകൾ വരുമ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് പതിയെ പതിയെ അമർത്തി കൊടുത്ത് നല്ലതുപോലെ കുമളപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ കുബൂസ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം. അതിനായി പരന്നൊരു പാത്രം എടുക്കുക. അതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതൊരു കത്തി ഉപയോഗിച്ച് വെട്ടി യോജിപ്പിക്കാം. ഇച്ചിരി പാടുള്ള പണിയാണ്. നമ്മൾ കാണുന്ന പോലെ അത്ര സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയല്ല ഈ ഷവർമ അടിക്കലെന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ഒരല്പം മയോണൈസ് കൂടി ആഡ് ചെയ്യാം. ക്ഷമയോടെ നന്നായി കൂട്ടി യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. അതിനായി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കുബൂസ് സ്റ്റൗ കത്തിച്ച് അതുമേ വെച്ചൊന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതിൻ്റെ പൊക്കത്ത് കുറച്ച് മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് ആഡ് ചെയ്യുക. കുറച്ച് ഉരുളക്കിഴങ്ങ് വറുത്തത് കൂടി അതിനകത്ത് ആഡ് ചെയ്യുക. ഇനി അതൊന്ന് നല്ലതുപോലെ റോൾ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഷവർമ റെഡിയായി കഴിഞ്ഞു. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാം. കുറച്ച് ബുദ്ധിമുട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ഈ വിഭവം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്തൊരു വിഭവമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.